ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ കാലാവസ്ഥ നല്ല കൊടും ചൂടാണല്ലോ. അപ്പോൾ ഈ ചൂടിനെ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള 2 കിടിലൻ ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പരിധിവരെ നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചെയ്യാനുള്ളത് ഒരു വല എടുക്കുക എന്നാണ്. വലയുണ്ടല്ലോ, നമുക്കിപ്പോൾ ഈ സ്പെൻസർ പോലത്തെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ പോയാൽ കിട്ടും വല. അപ്പോൾ ഇതുപോലെ ഒരു വല നമ്മൾ സംഘടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ടെറസിൽ, താഴെയൊന്നുമല്ല, നമ്മുടെ ടെറസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പൊക്കത്തിലോ അല്ലെങ്കിൽ താഴ്ത്തിയാണെങ്കിലോ ഒന്ന് കെട്ടി വയ്ക്കാൻ നോക്കണം. ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്കും ആ ഡയറക്റ്റ് വരുന്ന ആ ഒരു സൂര്യൻ്റെ ആ ഒരു ഇത് നമ്മളെ ഈ വലയിലൊന്ന് ടച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടെറസിൽ തറയിലോട്ട് നമുക്ക് അത്ര ചൂട് കയറത്തില്ല. അപ്പോൾ ടെറസിൽ നമുക്ക് ചൂട് കൂടുമ്പോഴാണ് അതിന് താഴെ നമ്മളെ റൂമിലോട്ടും ആ ചൂട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു വല നമ്മുടെ ഈ നെറ്റ് ഒരുപാട് സൂര്യൻ്റെ ആ ചൂടിന് താഴോട്ട് കടത്തി വിടത്തില്ല. അപ്പോൾ തന്നെ ടെറസിലോട്ട് നമുക്ക് വലുതായിട്ട് ചൂട് അനുഭവപ്പെടത്തില്ല. അപ്പോൾ റൂമും നമുക്ക് അത്ര ചൂടാവത്തില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം എന്തിൻ്റെങ്കിലും ഒരു വല മതി. നമുക്കിപ്പോൾ ടെറസ് ഫുള്ളായിട്ട് കവർ ചെയ്തൊരു വല കെട്ടണത് സാധ്യമായ കാര്യമല്ല. അപ്പോൾ കുറച്ച് ഭാഗം നമ്മുടെ റൂമിൻ്റെ താഴ്വശം, ആ റൂമിൻ്റെ ഒരു സ്പേസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം മാത്രം നമ്മളിതുപോലെ നെറ്റ് കെട്ടി കൊടുത്താലും മതി. അപ്പം നമുക്ക് ആ റൂമിലോട്ട് ചൂട് അത്ര കയറത്തില്ല. അപ്പം നമുക്ക് ഈ ചൂടിനെ വെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ കുറേ നമുക്ക് ചൂടിന് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ നമ്മൾ AC ഒക്കെ വർക്ക് ചെയ്തിട്ടാൽ കറണ്ട് ബില്ല് കൂടുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ചൂടാവാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഒരു നെറ്റ് നിങ്ങൾ സംഘടിപ്പിച്ചാൽ മതി. നമുക്കിതുപോലെ ചെയ്യാം. കുറച്ച് താഴോട്ട് കെട്ടി വെച്ചാലും മതി. നമ്മൾ അത്രയും ഹൈറ്റിൽ കെട്ടണമെന്നൊന്നുമില്ല. ആ ഒരു ടെറസിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ എങ്ങനെ ആയാലും ഇതുപോലെ ഒരു നെറ്റ് വളരെ ഉപകാരമാണ്. സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും ഇങ്ങനത്തെ നെറ്റ് കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നിങ്ങളെല്ലാവരും വാങ്ങിച്ച് നോക്കി ഇതുപോലെ ഒന്ന് കെട്ടി നോക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. ചെടികൾക്ക് മാത്രമല്ല, നമുക്ക് റൂമിലും ഇത് വളരെ ചൂട് കുറയ്ക്കാൻ പ്രയോജനപ്പെടുന്ന ഒരിതാണ്. പിന്നെ അടുത്തതായിട്ടൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്ബോർഡിൻ്റെ പീസുകളാണ്. നമ്മളൊരു കാർഡ്ബോർഡിന് ഒരു പെട്ടി എടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു 4 പീസായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 1-2 കാർഡ്ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. വലിയ കാർഡ്ബോർഡാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, നമുക്ക് കുറച്ചുകൂടെ നീളത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ സൈഡുകളെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ പീസാക്കി എടുക്കണം. ഇതുപോലെ പീസാക്കി എടുക്കുന്നതിന് ഒരു ഇതുണ്ട്, അതിപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡിനെ 4 സൈഡിൽ നിന്നും കുറച്ച് പീസുകൾ, ഒരു 2, 3, 4 ഒക്കെ കാർഡ്ബോർഡിനൊന്നും നമുക്കിപ്പോൾ ഒന്ന് വാങ്ങിക്കണമെങ്കിൽ പോലും വലിയ പൈസയൊന്നും ആവത്തില്ല. അപ്പോൾ ഇതുപോലെ പീസ് കട്ട് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ താഴ്വശത്ത്, ടെറസിൻ്റെ താഴെ ഉണ്ടല്ലോ, താഴ്വശത്ത് നമ്മളിതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തിട്ടിരുന്നാൽ മതി. അതും വളരെ ചൂട് താഴോട്ട് വരാതെ കുറയ്ക്കുന്നതിനുള്ള ഒരു ടിപ്പാണ്. കാരണം കാർഡ്ബോർഡിൽ ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ചൂട് വലുതായിട്ട് താഴോട്ട് കടത്തി വിടത്തില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാർഡ്ബോർഡ് വാങ്ങിച്ചിട്ടും ഇതുപോലെ തന്നെ ഒന്ന് നനച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ നെറ്റ് ഇതുപോലെ കെട്ടിയിട്ട് ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസും കൂടെ താഴെ ഇട്ട് ഒന്ന് നനച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നല്ല ചൂട് കുറയ്ക്കുന്നതിനുള്ള ഒരു ട്രിക്കായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തിരിക്കണേ, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.